പഠിക്കുന്ന കാലം കഴിഞ്ഞ് പിന്നീട് ഇവിടേക്ക് ഒരു ഗസ്റ്റായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. അപ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന തരത്തിൽ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിന് പറ്റുന്ന രീതിയിൽ കോടന്നൂരിന്റെ ഒരു പേര് ബിഗ് ബോസിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നാടിന്, അതായത് കോടന്നൂരിന് സ്വന്തം ഒരു ഐഡന്റിറ്റി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആ സമയത്ത് എനിക്ക് ഇത്രയും ഒരു എന്താ പറയാ, കോടന്നൂർ ഇത്രയും ഒരു പോപ്പുലർ ആവും എന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കോടന്നൂരിനെ കുറിച്ച് പറയുന്നു, ഹൃദയം കൊണ്ട് പറയുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലാണ് ഇപ്പൊ കോടന്നൂർ നിൽക്കുന്നത്. എനിക്ക് വരുന്ന അപ്പോൾ കോടന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ പേര് വാനോളം ഉയർത്താൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്താലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനീഷേട്ടൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ, അദ്ദേഹത്തിന്റെ സ്കൂളിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹം വിതുമ്പുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് സന്തോഷത്താൽ, അദ്ദേഹത്തിന്റെ അഭിമാനം കൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇനാഗ്രേഷനും അതുപോലെ തന്നെ ഒരുപാട് സ്വീകരണ പരിപാടികളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ അനീഷേട്ടൻ അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എല്ലാവിധ PR ബേബികൾക്കുമുള്ള മറുപടിയുമായിട്ടാണ് അനീഷേട്ടൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അത്രയും നിഷ്കളങ്കമായ, അത്രയും സ്നേഹത്താൽ അദ്ദേഹത്തിനെ ആദരിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്മ ചെയ്ത, അല്ലെങ്കിൽ വോട്ട് ചെയ്ത, അദ്ദേഹത്തിന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത എല്ലാവരെയും നേരിട്ട് കാണാനും നന്ദി അറിയിക്കാനുമാണ് അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ദിവസങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒഴിഞ്ഞു വെച്ചത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ബീവി ഉമ്മ എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷ റിവ്യൂവർ തീർച്ചയായിട്ടും 100% അവർ നമ്മുടെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകളും അതുപോലെ തന്നെ റീൽസുകളും റിവ്യൂകളും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഗുണം അനീഷേട്ടനെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉമ്മയുടെ മകനെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അനീഷേട്ടൻ വിളിച്ച് സംസാരിക്കുന്ന വീഡിയോ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതിലും നമ്മൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അനീഷേട്ടൻ അവസാനമായിട്ട് ആ ഉമ്മയെ നേരിട്ടൊരു വീഡിയോ കോളെങ്കിലും ചെയ്ത് സംസാരിക്കണമെന്ന്. ഉമ്മക്ക് അത്രയും അതിയായ ആഗ്രഹമാണ് നമ്മുടെ അനീഷേട്ടനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അനീഷേട്ടനെ കാണുക എന്നൊക്കെയുള്ളത്. തീർച്ചയായിട്ടും അനീഷേട്ടന് ഒഴിവ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അനീഷേട്ടൻ അവരുടെ നാട്ടിൽ പോയി ഉമ്മയെ നേരിൽ കാണുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. എന്നാൽ ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് ബീബി ഉമ്മയെ ലൈവിൽ നേരിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തിരക്കുന്ന അനീഷേട്ടന്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം കണ്ടു കഴിഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങള്? ഞാൻ ഉമ്മോടാണ് ചോദിക്കേണ്ടത്. ഉമ്മ പറയൂ വിശേഷങ്ങളൊക്കെ. വിശേഷങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? ആളുകളൊക്കെ കുറെ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ജോലി ഒന്നും ഇല്ലേ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമായിട്ട് ഇരിക്കുന്നോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സുഖമായിട്ട് വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വരുന്നു. പിന്നെ മീഡിയക്കാരെ കൊണ്ടൊക്കെ ബഹളമായിരിക്കും ഇല്ലയോ? അതും ഇതിന്റെ ഒരു ഭാഗല്ലേ. പിന്നെ വീട്ടിൽ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? വീട്ടില് ഫാദറും മദറും പിന്നെ അനിയനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായി. എയർപോർട്ടിലും പുറത്തും ഒക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതും അതാണ്. പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് വിഷമമായി പോയി. പിന്നെ ഞാൻ അതിനുശേഷം അങ്ങനെ വീഡിയോകളൊന്നും ചെയ്യാതെ ഇരുന്ന് പിന്നെ എന്താണ് അനീഷ് സുഖമായിട്ടിരിക്കുന്നെന്ന് അറിഞ്ഞതിൽ പിന്നെ ആരോ ഫ്ലാറ്റ് തന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെയധികം സന്തോഷിച്ചു. അത് ഏത് കള്ളനാ അങ്ങനെ ഇല്ലാവചനം പറഞ്ഞത്? അത് ഓൾറെഡി ഞാനൊരു വീഡിയോ അല്ല, അവരുടെ കാര്യങ്ങളും അവരുടെ ബിസിനസ്സും നടക്കാൻ വേണ്ടി ഇതേപോലത്തെ ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞ കൊള്ളാം. അതെ. പിന്നെന്തൊക്കെയാ പറ, ഞങ്ങൾ ഉമ്മായി മോനും അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കും. വിളിച്ചാലും നിങ്ങൾക്ക് ഞാനും അതേപോലെ ആയിരുന്നു. വിളിച്ചിട്ട് മൊത്തം അങ്ങോട്ട് സംസാരിക്കും. ആളുകൾ പറഞ്ഞു അനീഷ് ബ്രോയ്ക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്നു.
ഏയ് അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരുടെയും ഉമ്മയുടെയും മോന്റെയും വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് ശരിക്കും പറയേണ്ടത്. പിന്നെ ഞാൻ എല്ലാരെയും കുറേശ്ശെ സപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ എന്റെ അടുത്ത് വിഷമമായിരിക്കും. ഷാനവാസിനെ, എന്റെ കുടുംബത്തുള്ള മൊത്തം പേർക്കും ഷാനവാസിനെ ഇഷ്ടമാണ്. എന്റെ ആങ്ങളമാർക്കൊക്കെ ഷാനവാസിനെയാണ് ഇഷ്ടം. പിന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഷാനവാസിനെ ഇഷ്ടമായിരുന്നു. ഷാനവാസ് അതിൽ സംസാരിച്ചപ്പോ തന്നെ ഞാൻ അവിടെ വന്ന് ഷാനവാസിനെ വഴക്ക് പറഞ്ഞിരുന്നു അന്ന്. കിട്ടിയില്ലല്ലേ ഇത് ഒരു അനീഷേട്ടൻ ആരാധിക്കുന്ന ഒരാളായിരിക്കും അത്. ഒരിക്കലും ഒരു ക്ലൂവും കിട്ടിയിരുന്നില്ല. അനീഷിനെ ഞാൻ അന്ന് അവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാ PR-ന്റെ കാര്യം പറഞ്ഞില്ലേ അന്ന്. അനീഷേട്ടൻ ഉമ്മായ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ മൊത്തം പ്രേക്ഷകരടുത്ത് സംസാരിച്ചതുപോലെ ആയി. അതന്നെ ഇത് നോക്കിയിരുന്നേട്ടാ. അവരെല്ലാരും നോക്കി. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ കൊല്ലത്തിന് ഞങ്ങൾ 5-ന് വരണം, ഉമ്മയെ വന്ന് കാണണം. ഉമ്മ ഇന്നും പറഞ്ഞ് അനീഷിനെ എനിക്ക് നേരിട്ട് കാണണം. അപ്പൊ എപ്പോഴേലും വരണം, ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ കാണാമല്ലോ. എന്റെ ഷാനവാസിനെ കൂടെ കൊണ്ടുവരണം വരുമ്പോ. എനിക്ക് ഷാനവാസിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും അവിടേക്ക് വരുമ്പോ കാണാനായിട്ട് വരാം. തീർച്ചയായിട്ടും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് മതി, പതുക്കെ മതി. ഇപ്പം തിരക്കാണെന്ന് എനിക്കറിയാം, നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പം ഭയങ്കര ആയാലും സോഷ്യൽ മീഡിയ അനീഷേട്ടന്റെ കട്ട ആരാധിക എന്ന് പേര് കുത്തിയ കഥാപാത്രമാണ് ഈ ബേബി ഉമ്മ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിഞ്ഞു കാണും. കാരണം ബിഗ് ബോസിനകത്ത് വരികയും അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്ക് മോട്ടിവേഷൻ നൽകുകയും എല്ലാവരെയും വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും എല്ലാം ചെയ്ത ഒരു ഉമ്മയാണ് ഇത്. തീർച്ചയായിട്ടും ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട പേരുകൾക്കൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നിഷ്പക്ഷ റിവ്യൂവർ എന്ന രീതിക്ക് ഉമ്മാനെ എല്ലാവരും അറിയപ്പെടും. ആ ഉമ്മ 100% പ്രവചിച്ചിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കപ്പിന് 100% അർഹനായിട്ടുള്ളത് നമ്മൾ അനീഷേട്ടനല്ലാതെ മറ്റാരുമല്ല എന്നും അവസാനം ഉമ്മയുടെ വാക്കുകൾ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പെരിയാർ ജയിച്ചു, ജനങ്ങൾ തോറ്റു എന്നാണ് ഉമ്മ പറഞ്ഞത്. അതിന്റെ അർത്ഥം പെരിയാർ എന്ന് പറഞ്ഞാൽ PR. തീർച്ചയായിട്ടും അത്തരം സർവീസ് ചെയ്ത ആൾക്കാർ വിജയിച്ചു. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നിഷ്പക്ഷമായി വോട്ട് ചെയ്ത നമ്മുടെ ജനങ്ങൾ വിഡ്ഢികൾ, അവർ പരാജയപ്പെട്ടു എന്നാണ് ഉമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 100% അതൊരു നിഷ്പക്ഷ വിമർശനമായിട്ടാണ് ഉമ്മ ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഈ ബിഗ് ബോസ് സീസൺ 7 കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടായത്. തീർച്ചയായിട്ടും ഒരുപാട് അനൗദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 8 തീർച്ചയായിട്ടും മോഹൻലാൽ ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള നിഷ്പക്ഷ റിവ്യൂവർ ഇപ്പോൾ അത്തരം വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ഔദ്യോഗികമായ വിവരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു സീസണുമായി ബന്ധപ്പെട്ട മോഹൻലാലിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാറുമായിട്ട് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവിടുന്നത്. തീർച്ചയായിട്ടും അടുത്ത സീസണിൽ ചിലപ്പോൾ മോഹൻലാൽ ബിഗ് ബോസ് സീസൺ 8 അവതരിപ്പിക്കാൻ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു അനൗദ്യോഗിക വിവരമാണ്. അത് സ്ഥിരീകരിക്കുന്ന മുറക്ക് നമുക്കതുമായി ബന്ധപ്പെട്ട വീഡിയോകളും വാർത്തകളുമായി വീണ്ടും കാണാം. തീർച്ചയായും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.